റിയാദിൽ ഇനി ബസ്സും വരും ടാക്സി പോലെ നിങ്ങളുടെ അരികിലേക്ക്. റിയാദിലെ യാത്രാ സൗകര്യങ്ങളിൽ വിപ്ലവകരമായ മാറ്റവുമായി റിയാദ് ബസ് തങ്ങളുടെ ബസ് ഓൺ ഡിമാൻഡ് സേവനം സജീവമാക്കിയിരിക്കുകയാണ്. ടാക്സി വിളിക്കുന്ന അതേ ലാഘവത്തോടെ ഇനി നിങ്ങൾക്ക് ബസ്സും ബുക്ക് ചെയ്യാം. എന്താണ് ബസ് ഓൺ ഡിമാൻഡ്? ലളിതമായി പറഞ്ഞാൽ, നിശ്ചിത റൂട്ടിലൂടെ മാത്രം ഓടുന്ന വലിയ ബസ്സുകൾക്ക് പകരം യാത്രക്കാരുടെ ആവശ്യാനുസരണം റൂട്ടുകൾ ക്രമീകരിക്കുന്ന ചെറിയ ബസ്സുകളാണിവ. ആപ്പ് വഴി ബുക്ക് ചെയ്താൽ നിങ്ങളുടെ അടുത്തുള്ള പിക്കപ്പ് പോയിന്റിലേക്ക് ബസ് എത്തും. എങ്ങനെ ബുക്ക് ചെയ്യാം? 1. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആപ്പ് തുറന്ന് അതിൽ ബസ് ഓൺ ഡിമാൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 2. യാത്ര നിശ്ചയിക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും പോകേണ്ട സ്ഥലവും ഉദാഹരണത്തിന് അൽ ബിൻ അലി ഹോസ്പിറ്റൽ ആപ്പിൽ നൽകുക. 3. സമയം ഉറപ്പാക്കുക. ആപ്പ് ഉടൻ തന്നെ അടുത്തുള്ള ബസ് സെർച്ച് ചെയ്യുകയും അത് എത്തുന്ന സമയം അറിയിക്കുകയും ചെയ്യും. 4. പേയ്മെന്റ്. ആപ്പിൾ പേയോ മറ്റ് ബാങ്ക് കാർഡുകളോ ഉപയോഗിച്ച് പണമടയ്ക്കാം. ചാർജ് എത്രയാണ്? ഒരു വശത്തേക്ക് മാത്രമുള്ള യാത്രയ്ക്ക് വെറും 2 റിയാൽ മാത്രം. മെട്രോയോ മറ്റ് ബസ് സർവീസുകളോ ഉൾപ്പെടുന്ന കോമ്പിനേഷൻ പാസുകൾക്ക് 6 റിയാലുമാണ് ചാർജ്. സേവനം എവിടെയെല്ലാം ലഭ്യമാണ്? നിലവിൽ റിയാദിലെ എല്ലാ ഭാഗങ്ങളിലും ഈ സേവനം ലഭ്യമല്ല. പ്രധാനമായും താഴെ പറയുന്ന സോണുകളിലാണ് മാപ്പിൽ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയവ ഈ സൗകര്യമുള്ളത്: അൽ അസീസിയ, അൽ അസീസിയ, അൽ ഫൈഹ, അൽ ഫൈഹ, അൽ റവാബി, അൽ റവാബി, അൽ നസീം, അൽ നസീം, അൽ റയ്യാൻ, അൽ റയ്യാൻ, തുവൈഖ്, തുവൈഖ്. മറ്റ് സവിശേഷതകൾ: വീൽചെയർ സൗകര്യം. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും വേണ്ടി വീൽചെയർ സൗകര്യമുള്ള വാഹനങ്ങൾ ബുക്കിംഗ് സമയത്ത് തന്നെ തിരഞ്ഞെടുക്കാം. കണക്ടിവിറ്റി. മെട്രോ സ്റ്റേഷൻ ചെയ്യേണ്ട രീതി: 1. ബുക്കിംഗ് കണ്ടെത്തുക. ആപ്പിലെ മൈ അക്കൗണ്ട് എന്നതിൽ പോയി ബസ് ഓൺ ഡിമാൻഡ് ബുക്കിംഗ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത വിവരങ്ങൾ കാണാം. 2. ടിക്കറ്റ് കാണുക. ബുക്കിംഗിൽ ക്ലിക്ക് ചെയ്താൽ താഴെയായി വ്യൂ ദ ടിക്കറ്റ് എന്ന ഓപ്ഷൻ വരും. 3. ആക്ടിവേഷൻ. ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ആക്ടിവേറ്റ് ബട്ടൺ വരും. യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാത്രം ഇത് ആക്ടിവേറ്റ് ചെയ്യുക. 4. സമയപരിധി. ഒരിക്കൽ ആക്ടിവേറ്റ് ചെയ്താൽ 3 മണിക്കൂർ വരെയാണ് ആ ടിക്കറ്റിന്റെ കാലാവധി. 5. QR കോഡ്. ആക്ടിവേഷൻ പൂർത്തിയായാൽ ഒരു QR കോഡ് ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ ഡ്രൈവർക്ക് ഈ കോഡ് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഡിജിറ്റൽ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം. ബസ്സിലെ ഡ്രൈവർ QR കോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്റെ മുൻപിലുള്ള ടാബ്ലറ്റിലോ സ്ക്രീനിലോ യാത്രക്കാരുടെ വിവരങ്ങൾ തെളിയുന്നത് റിയൽ ടൈം ഡാറ്റ മാനേജ്മെന്റ് വഴിയാണ്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ ഇവയാണ്: യാത്രക്കാരുടെ വിവരങ്ങൾ. ഏതൊക്കെ യാത്രക്കാരാണ് ബസ്സിൽ കയറാനുള്ളത്, പിക്കപ്പ്, അവരുടെ പേര്, അവർ പോകേണ്ട സ്ഥലം, ഡെസ്റ്റിനേഷൻ എന്നിവ ഡ്രൈവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു.